നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വളരെ സജീവമാണ്. അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കുന്നു. UDFന്റെ പ്രചാരണ പരിപാടികൾ വൻ ആൾക്കൂട്ടമുണ്ട് എല്ലായിടത്തും. ഇനിയിപ്പോൾ പേരാമ്പ്രയിലൊക്കെ വലിയ ജനക്കൂട്ടമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി വരുന്നു കേരളത്തിൽ. അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ഇന്ന് പറഞ്ഞത് നരേന്ദ്രമോദി ഇന്ത്യയിൽ എവിടെ പോയാലും ക്ഷേത്രങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചൊക്കെ പറയും. പക്ഷെ ഇവിടെ വരുമ്പോൾ മാത്രം അദ്ദേഹം ശബരിമലയെക്കുറിച്ച് മിണ്ടുന്നില്ല. അത് CPM സഹായിക്കാനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ പാടുന്നുണ്ട്. ശക്തമായ ഭാഷയിൽ തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്നു. CPM ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രാഹുലിനെ ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ വിമർശിക്കുകയും ചെയ്ത് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വശത്ത് ഡീൽ ആരോപണം ശക്തമായി ഉന്നയിക്കുന്ന കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ദേശീയ നേതാവ് വരികയും അദ്ദേഹം ശബരിമല വിഷയമടക്കം നിരന്തരമായി ഉന്നയിക്കുന്നു. തൊഴിലില്ലായ്മ പ്രശ്നം, യുവജനങ്ങളുടെ പ്രശ്നമൊക്കെ അദ്ദേഹം ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം ഉന്നയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ്. സണ്ണി വക്കീൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ തെറ്റിച്ചാണ് പറഞ്ഞെങ്കിലും സംഗതി രാഹുൽ പറയുന്നുണ്ട്. സാജു, എന്താണ് ഒരു രാഹുൽ ഗാന്ധി സ്പെഷ്യലി എന്താണ് UDFന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്? രാഹുൽ ഇപ്പോൾ മുന്നിൽ നിന്ന് കേരളത്തിലെ ഇലക്ഷനെ നയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിഷാദെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു ചർച്ചയാവരുത് എന്ന് LDF ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ അത് ശബരിമലയായിരുന്നു. അവരതിനെ അവഗണിക്കാൻ പർപ്പസ്ഫുള്ളായി തീരുമാനിച്ചതാണ്. പക്ഷേ രാഹുൽ എന്ത് ചെയ്തു? ആ ശബരിമല തന്നെ മുൻനിർത്തി അവഗണിച്ച ചർച്ചയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, BJP LDF സഖ്യമെന്ന VD സതീശൻ ഉയർത്തിവിട്ട ഡീൽ ആരോപണത്തെ ആവർത്തിച്ചുന്നയിക്കുക മാത്രമല്ല അത് UDF ക്യാമ്പിനെ കൂടി ഉണർത്തുന്ന രീതിയിലേക്ക് രാഹുൽ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഉദാഹരണത്തിന് അതെവിടെ കൊണ്ട് ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രംപിനെ മോദി പേടിക്കുന്നു, അതിൻ്റെ പിന്നിൽ എന്താണ് എപ്സ്റ്റീൻ ഫയലാണ് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ഉണ്ട്. അതിനെ കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ട് രാഹുൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. രാഹുൽ അതിന് പറഞ്ഞു വെക്കുന്നത് എന്താണ്? മോദിയെ കാണുമ്പോൾ പിണറായി വിജയൻ എല്ലാം മറക്കുന്നു, കടക്കാൻ പറയുമ്പോൾ കടക്കുകയാണ്, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയാണ് എന്ന പ്രയോഗം ഇന്ന് പ്രസംഗത്തിൽ നടത്തുന്നു. ഒരു കാര്യം പറയുന്നുണ്ട്, 10-36 മണിക്കൂർ എന്നെ ED ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് പിണറായി വിജയന്റെ മക്കളെ ചോദ്യം ചെയ്യുന്നില്ല? അതേ എപ്സ്റ്റീൻ ഫയൽ മോഡൽ ബ്ലാക്ക് മെയിലിംഗ് നടക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ കൃത്യമായി പറഞ്ഞിട്ട് എന്തു പറ്റി? മോദിക്ക് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ, മോദിയെ കടന്നാക്രമിക്കാൻ ഇപ്പോൾ പിണറായി വിജയന് കഴിയുന്നില്ല എന്നുകൂടിയാണ് നിഷാദ്. അതായത് മോദി വിരുദ്ധ രാഷ്ട്രീയം രാഹുൽ വളരെ ഉച്ചത്തിൽ ലൗഡായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പിണറായി വിജയനെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നതിൻ്റെ കുന്തമുന രാഹുൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുകൂടി പറയണം. തുടങ്ങി വെച്ചത് VD സതീശനും കേരളത്തിലെ നേതാക്കളുമൊക്കെയാണെങ്കിൽ അതിനെ ഇപ്പോൾ ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ശബരിമല, വിശ്വാസികളുടെ പ്രശ്നം, ഇതിനൊക്കെ ഒപ്പം നേരത്തെ നിഷാദ് പറഞ്ഞ യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം പറഞ്ഞു ഒരു പതിവ് ക്യാമ്പയിൻ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ മർമ്മമറിഞ്ഞ് എതിരാളിയെ അടിക്കുക എന്നതിലാണ് ഇപ്പോൾ രാഹുൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രചരണം സാധാരണ താരപ്രചാരകരെ പോലെ ആളെക്കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയം കേരളീയ സമൂഹത്തിൽ അതിശക്തമായി പറയാൻ ഉപകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ജിംസൺ തോന്നുന്നുണ്ട് രാഹുൽ ഗാന്ധി പഴയ ഒരാളൊന്നുമല്ലോ. രാഹുൽ ഗാന്ധി ഭയങ്കരമായിട്ട് ഇമേജ് ചേഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ഉയർത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, നമുക്കറിയാം. അദ്ദേഹം കേരളത്തിൽ വന്ന് നടത്തുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ്, ചില ആൾക്കാർ പറയുന്നു ദേശീയ തലത്തിൽ കാണിക്കേണ്ട ഒരു പാരസ്പര്യവും മര്യാദയും ഒക്കെ ഉണ്ട്, സൗഹൃദ മര്യാദ. അതിനപ്പുറം പോയിട്ട് ഇവിടെ വന്ന് മോദി CPM എല്ലാം ഒന്നാണെന്ന് അധിക വർത്താനം പറയുന്നു എന്നുള്ളതാണ്. മറിച്ചുള്ള ആളുകൾ ഇവിടെ വന്ന് ഒരു സർക്കാരിനെ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം മാക്സിമം പണിയെടുക്കുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ രാഹുലിൻ്റെ പ്രവർത്തനം എങ്ങനെ കേരളത്തിൽ ക്യാഷ് ചെയ്യപ്പെടും എന്നാണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു ഇന്ത്യ മുന്നണി ലീഡറായിട്ടാണ് കേരളത്തിൽ സ്വീകരിക്കപ്പെടുന്നതാണ്, കോൺഗ്രസ് ലീഡർ എന്നതിലുപരി. കാരണം അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസിൽ ഇവിടുത്തെ LDFന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, UDFന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ അവർ വോട്ടൊക്കെ BJPക്ക് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ലീഡർ എന്ന നിലയിലല്ല രാഹുൽ ഗാന്ധി ഇവിടെ സ്വീകരിക്കപ്പെടുന്നത്, ഇന്ത്യ മുന്നണി ലീഡർ എന്ന നിലയിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുലിൻ്റെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പാണെന്ന് കൂടി ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ ഇലക്ട്രേറ്റിൽ ഏറ്റവും വലിയ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 40 വയസ്സ് മുതൽ 59 വയസ്സിലുള്ള ആളുകളാണ്. ആ ഏജ് ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഈ 18 വയസ്സ് മുതൽ 39 വയസ്സിലുള്ള ആളുകൾ. അപ്പോൾ യുവാക്കൾ അല്ലെങ്കിൽ യുവത്വം കൈവിട്ടവർ, ഈ ആളുകളാണ് ഇന്ത്യയിലെ കേരളത്തിലെ വോട്ടർമാരിൽ ഏറ്റവും കൂടുതൽ. അവരിൽ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവറുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന അതിൽ തർക്കമൊന്നുമില്ല. വോട്ടർമാരിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് ഞാൻ പറയുന്നത് മുന്നണി ഭേദമന്യേ ഇമ്പാക്റ്റ് ഉണ്ടാകും.
ഇവിടെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു ചോദ്യം. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയായ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് വന്ന് അദ്ദേഹത്തെ മോദിയുമായി താരതമ്യം ചെയ്യാമോ, മോദിയുമായി അദ്ദേഹത്തിന് കൂട്ടുണ്ട് എന്ന് പറയാമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ കോലി ബി സഖ്യം മുതൽ കോൺഗ്രസ് BJP സഖ്യം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ആക്രമണം നടത്തുന്നതാണ് കോൺഗ്രസ്സുകാരല്ല. യഥാർത്ഥത്തിൽ അത് CPM കോൺഗ്രസിനെതിരാണ് നടത്തുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ മുന്നണി എന്ന മുന്നണിയുടെ രൂപീകരണ യോഗം നമുക്ക് ഓർമ്മയുണ്ട്. അധികാലം മുമ്പൊന്നുമല്ല, പാറ്റ്നയിൽ നടന്ന രൂപീകരണ യോഗം. അതിനുശേഷം അതിൻ്റെ കോർഡിനേറ്റിംഗ് കമ്മിറ്റിയിൽ CPM-ന്റെ ആൾ വേണ്ട എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത്, ആരാണ് പറയിപ്പിച്ചതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. സ്റ്റേറ്റ് ഘടകത്തിന് താല്പര്യം. യെസ്. അപ്പോൾ പിണറായി വിജയനും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുകൂടി രാഹുൽ ഗാന്ധിക്ക് ഓർക്കുമല്ലോ തീർച്ചയായിട്ടും. എന്താണ് പിണറായി വിജയനും ഇന്ത്യ മുന്നണി തമ്മിലുള്ള ബന്ധം? അതൊരു ബന്ധമില്ലാന്ന് തന്നെയാണ് ഓർമ്മണി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജിംസെ, ഇന്ത്യ മുന്നണിയുടെ പൊതു താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് വോട്ട് ചോരി വിവിധ സംസ്ഥാനങ്ങളിൽ, ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിലെല്ലാം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. കേരളത്തിൽ തൃശ്ശൂരിൽ വോട്ട് ചോരി നടന്നു. അവിടെ നടന്നത് വോട്ട് ചോരിയാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ട്, LDF-ലെ ഘടകകക്ഷിയായ CPI-ക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയ മുഖ്യമന്ത്രി പിണറായി വിജയനോ അഭിപ്രായമില്ല. തൃശ്ശൂർ പൂരം കലക്കിയത് അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എന്ന അഭിപ്രായം VS സുനിൽകുമാറിനുണ്ട്, CPI-ക്കുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോ CPM-നോ അഭിപ്രായമില്ല. അപ്പോൾ വോട്ട് ചോരി നടത്തി ഒരു BJP സ്ഥാനാർത്ഥി കേരളത്തിൽ ജയിക്കുന്നു, അതേക്കുറിച്ച് ഇന്ത്യ ഘടകകക്ഷിയായ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയും ആയ പിണറായി വിജയൻ മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് രാഹുൽ ഗാന്ധി പിണറായി വിജയനോട്, കേരളത്തിലെ CPM-നോട് സൗമനസ്യം കാണിക്കണം എന്ന് പറയുന്നത് അധികപറ്റാണ്. അപ്പോൾ രാഷ്ട്രീയമായ ധാർമ്മികത പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒരു വ്യാഖ്യാനം ചമയ്ക്കുന്നത്. ഇപ്പോൾ CPM BJP ഡീലിന് രാഹുൽ ഗാന്ധിയുടെ വല്ല തെളിവുണ്ടോയെന്ന് വെച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം മാത്രമാണ്. അത് രാഹുൽ ഗാന്ധി പിണറായി വിജയൻ അറ്റാക്ക് ചെയ്യാമോ എന്ന് ചോദിക്കാനുള്ള ധാർമ്മിക അവകാശം പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ശരി, ജിമ്മി എന്താണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞോളം അത് ഇപ്പോഴും കേരളത്തിൽ നിൽക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു അംശങ്ങൾ നിങ്ങൾ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗങ്ങൾ നോക്കൂ, എന്തൊരു ഭയങ്കര ആളായിരുന്നു. പക്ഷേ വടക്കൻ കേരളത്തിൽ വളരെ കാര്യമായി UDF-ന് വേലോട്ടുള്ള മുസ്ലിം ലീഗിന് വേരോട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അതിൻ്റെ ഉണ്ട്. ഇനി രാഹുൽ ഗാന്ധി തെക്കോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ, നമുക്കത് നോക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയിലൊരു വളരെ പ്രധാനപ്പെട്ട ലീഡറാണ്. വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് BJP വിരുദ്ധ മുഖം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജോട് കൂടി രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇറങ്ങുന്നത്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. രണ്ട്, രാഹുൽ ഗാന്ധി ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് സ്വർണ്ണക്കൊള്ളയിൽ BJP എന്തുകൊണ്ടാണ് ഒരക്ഷരം സംസാരിക്കാത്തതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾക്ക് കണക്ട് ചെയ്യാണ്. ശരിയാണല്ലോ, അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ, പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോലും പറഞ്ഞതല്ലേ എന്ന് വിചാരിക്കുകയാണ്. അത് ശരിയാണ്. എന്താ പ്രശ്നം? BJPക്ക് ഇതിനു മുമ്പ് ശബരിമല ഉയർത്തി കൈപുള്ളിയ ഓർമ്മയുണ്ട്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഉന്നയിച്ചിട്ട് ഒരിടത്ത് പോലും ജയിക്കാനായില്ലെന്ന് ഇത് ഗുണം മുഴുവൻ UDF കൊണ്ടുപോവുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി അത് ഉന്നയിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, അവർ ചെയ്യില്ല. കാരണം അതിൻ്റെ ഗുണം കോൺഗ്രസിനാണ് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്ന BJP കോൺഗ്രസ് CPM BJP ഡീൽ എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഇത് ഡയറക്റ്റ് ഡീൽ ഉണ്ടെന്നുള്ളതല്ല, രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരേ കാര്യമാണ്. CPM-നും കോൺഗ്രസിനെ തോപ്പിക്കണം, BJPക്കും. നോക്കൂ, ശബരിമല എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ മെച്ചം എങ്ങാനും കോൺഗ്രസിന് കിട്ടിയാലോ അത് കൊണ്ടുപോകണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അല്ലാതെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും ആനുകൂല്യം CPM-ന് കൊടുത്തു കളയാം എന്നുള്ളതുകൊണ്ടല്ല. അതൊന്ന്. രണ്ടാമത്തെ വിഷയം, ഇവിടെ രാഹുൽ ഗാന്ധി വന്നിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പരോക്ഷമായി പോയി വോട്ട് ചോരിയിൽ എന്തുകൊണ്ടാണ് അന്ന് CPM പിന്തുണ കൊടുക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, വോട്ട് ചോരി ബന്ധപ്പെട്ട് വേറെ ചില കഥകളുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമെന്ന് അറിയാമെന്നേ. ഇത് വോട്ട് ചോരി വരുന്നത് 1.5 വർഷം മുമ്പാണ്. ഈ 1.5 വർഷം കഴിഞ്ഞാൽ ഈ ഇലക്ഷനാണ് വരുന്നതെന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വരുമെന്നും ഇത് പ്രശ്നമെന്നും CPM-ന് അന്നേ അറിയാം. അവിടെ നമ്മൾ വലിയ ഗണിക്കൊന്നും വേണ്ട, അത്രയേ ഉള്ള വിഷയം. അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും തമ്മിൽ യുദ്ധം ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഒന്ന് തമിഴ്നാട്ടിലേക്ക് പോകും. തമിഴ്നാട്ടിൽ ഈ ഡയലോഗ് അടിക്കുന്ന SDP-യുമായി സഖ്യത്തിലാരാ? CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ്. എന്നിട്ട് ഇവിടെ കിടന്ന് നമ്മൾ ഈ വലിയ ചർച്ചയാണ്. അതുകൊണ്ട് ഇതൊരു അങ്ങനെ കരുതണ്ട. ഇത് ഓരോ സംസ്ഥാനത്തെയും ഓരോ തരത്തിലുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ CPM-നെ ലോക്കാക്കി. കാരണം BJP ശബരിമല എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ എന്തു പറയും? പിണറായി വിജയനെ ഒന്നുകൂടെ പ്രയോഗിച്ചാൽ പോയി വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. അങ്ങനെ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു വിഷമഘട്ടമുണ്ട്. അത് നന്നായി രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു. പ്ലസ് രാഹുൽ ഗാന്ധി സൈക്കിൾ ഓട്ടുന്നു, ആരെങ്കിലും സൈക്കിൾ ഓട്ടിയ ഫോട്ടോ വരുമോ? രാഹുൽ ഗാന്ധി സൈക്കിൾ ഓട്ടിയ ഫോട്ടോ വരും. കാരണം അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇമേജ്. ആ സ്റ്റാർ ക്യാമ്പയിനർ എന്നൊരു ഇമേജ് പരമാവധി ഉപയോഗിക്കുന്നു രാഹുൽ ഗാന്ധി. ഞാൻ കാത്തിരിക്കുന്നത് തെക്കൻ മേഖലയിൽ രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗങ്ങളിൽ
അത് നടക്കുമെങ്കിൽ എത്ര പേരുണ്ടാവും എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളം തീരുമാനിക്കും. രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആവുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് പ്രതീക്ഷയോടെ കാണാമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഹുൽ ഗാന്ധി അല്ല. 2022 അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ. അതിന് കിട്ടിയ സ്വീകാര്യത എന്താണെന്ന് നമുക്കറിയാം. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തെലങ്കാനയൊക്കെ എടുത്ത് നോക്കിയാൽ വലിയ വിജയം ഉണ്ടാക്കി. അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടുന്ന വലിയ കക്ഷിയായിട്ട് അവർ മാറുന്നവരുണ്ടായി. സോ രാഹുൽ ഗാന്ധി പഴയ പപ്പു വിളികളിൽ പരിങ്ങിപ്പോകുന്ന ആളല്ല. കേരളത്തിലെ ഇന്ത്യയിലാകമാനമുള്ള യുവതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. ഒരു യങ് ലീഡറാണ്. അദ്ദേഹം സംസാരിക്കുന്നതും ഇടപെടുന്നതുമെല്ലാം എപ്പോഴും പുതിയ ചെറുപ്പക്കാരോടും പുതിയ വോട്ടർമാരോടുമാണ്. സോ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ദൃശ്യത UDFനെ സഹായിക്കുമെന്ന് തന്നെയാണ് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, BJP വിരുദ്ധ സംഗതികൾ നരേന്ദ്രമോദി കോംപ്രമൈസ് ചെയ്യുന്നു, BJPയോട് പലരും കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധിക്കാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും നന്നായി പറയാൻ കഴിയുക. കാരണം RSSനോട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു മനുഷ്യൻ നിലയ്ക്ക് എണ്ണാമെങ്കിൽ ഒന്നാമത് നമ്മൾ എണ്ണിടുന്ന ആളുകളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. സോ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ആ മുഴക്കം ഉണ്ടാവും, ആ സ്വാധീനവും അതിനുണ്ടാവുമെന്ന് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.